സതേൺ മെനുവിൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പം ഞാൻ സതേൺ മെനുവിൽ വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു പരിപ്പ് പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടും അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. ഇവിടെ ഞാൻ ഏകദേശം ഒരു 500 ഗ്രാം ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് ചെറുപരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാൽ, അതായത് 2ാം പാൽ വേണം. അതേപോലെ തന്നെ 1 കപ്പ് 1ാം പാൽ. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. രണ്ടും ഏകദേശം 1 പിടി വീതം എടുക്കുക. അതേപോലെ തന്നെ നെയ്യ് ഏകദേശം ഒരു 4 ടീസ്പൂൺ നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പ്, അതേപോലെ തന്നെ ഒരു 5-6 ഏലക്കായ. ഇത്രയാണ് നമ്മൾ ഈ പ്രഥമൻ ഉണ്ടാക്കാൻ, അതായത് പരിപ്പ് പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നെയ്യ് ചൂടാക്കിയെടുക്കുക. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത്, ടേസ്റ്റ് അത് ചേഞ്ച് ആയിപ്പോവും. അതുകൊണ്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് കിസ്മിസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് വറുക്കുക, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാത്രത്തിലേക്ക് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചെറുപരിപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വറുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് വറുക്കുക, കാരണം ഈ പരിപ്പ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പായസത്തിൻ്റെ ടേസ്റ്റ് മുഴുവനും അങ്ങ് പോവും. കരിഞ്ഞ ടേസ്റ്റ്, ആ സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വറുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വറുക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ വറുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറുപരിപ്പ് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും, നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഞാൻ പരിപ്പ് കുറച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ പാനിൽ തന്നെയാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല, നമ്മൾ പിന്നീട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി അഥവാ വെള്ളം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് ഒരുപാട് അങ്ങ് വെന്ത് ഉടയണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ച് കുറച്ച് ഉടച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാൻ പാടില്ല. പരിപ്പ് വെന്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 നുള്ളു ഉപ്പ് മതിയാവും, ഒരുപാട് ആഡ് ചെയ്യരുത്. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കര ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം.
അപ്പോൾ പരിപ്പും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വീണ്ടും ഈ ശർക്കര പാനിയിൽ ഇരുന്നിട്ട് ഇതൊന്നുകൂടെ വേകണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി വരുന്ന ആ ഒരു പാകമാവുന്നത് വരെ ഇതൊന്ന് വേവിക്കണം. അപ്പോൾ നമ്മളുടെ ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നെയ്യ് ഓരോരാളുടെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് നെയ്യ് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരാളുടെ ഇഷ്ടം പോലെ മാറ്റുക. അതേപോലെ തന്നെയാണ് മധുരവും. ഇപ്പോൾ ശർക്കര നിങ്ങൾക്ക് നല്ല മധുരമുള്ള പായസമാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതെല്ലാം മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1 കപ്പ് ചെറുപരിപ്പിന് ഞാൻ 2 കപ്പ് 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 500 ഗ്രാം ശർക്കര. ഇതാണ് ഇതിൻ്റെ അളവ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കുറുകാൻ നിൽക്കരുത്, അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ തിക്കായി പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും, ഒരുപാട് തിക്കാവാൻ നിൽക്കരുത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർക്കണം. അപ്പോൾ 1ാം പാൽ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1ാം പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ കിസ്മിസും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കുകയാണെങ്കിൽ ആ പാലൊക്കെ ഒന്ന് പിരിഞ്ഞു പോയ മാതിരി ഒരു ടെക്സ്ചർ വരും. അതുകൊണ്ട് തിളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം അടച്ചു വെക്കുക. വിളമ്പുന്ന സമയത്ത് മാത്രം ഇത് തുറന്ന് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വിഷു സ്പെഷ്യൽ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.